മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകായി മേവുന്ന മതിമുഖിയാട് അവളുടെ മധുരിതമാം പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൾ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്. പാടും ഓളും അങ്ങനെ പാടി ഇതാവണം എന്നാണ് എൻ്റെ ഇത്. ഞാൻ ഓളോട് എപ്പോഴും പറയും പാടി നല്ലൊരു ഇതിലെത്തിയിട്ട് വേണം എനിക്ക് എൻ്റെ കൂടെ ഒന്ന് ഗൾഫിലേക്കൊക്കെ വരാൻ. എന്താ വെച്ചാൽ ഞാനങ്ങനെ അങ്ങനെ പുറത്തൊന്നും പോവില്ല, അങ്ങനത്തെ ഒരാളാണ്. വീട്ടില് ഒരപ്പ മരിച്ചതിന് ശേഷം വല്യപ്പ മരിച്ചതിന് ശേഷം ഞാനിങ്ങനെ വീട്ടില് ഒരു ടൈലറിങ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്, നേരും നേരിലോതി തന്നൊരു ഇരാണ് എൻ്റെ ഉപ്പ, നീർവഴിക്ക് കൈപിടിച്ച് വഴി കാട്ടി ഉപ്പ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ എന്ന സ്ഥലത്താണ് കേട്ടോ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് കഴിവുണ്ടായിട്ടും എവിടെയും എത്താത്ത ഒരുപാട് കലാകാരികൾ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കലാകാരിയെ തപ്പി വന്നതാണ്. അതുമാത്രമല്ല ഇവർ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയും കൂടിയാണ് കേട്ടോ. അതുമാത്രമല്ല എന്നൊരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. കാരണം അവർക്ക് അവരുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. എന്നാൽ ഇത് അവർക്കറിയില്ല, എനിക്കറിയുന്ന കാര്യം അവർക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് വിഷയം. ഇത് മാത്രമല്ല അടിപൊളി കലാകാരിയാണ് കേട്ടോ. അതായത് കഴിവുണ്ടായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കഴിവുണ്ട്, പക്ഷേ എവിടെ എത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആൾക്കാർ തപ്പിയുള്ള യാത്രയിൽ കണ്ടുമുട്ടിയ ഒരാളും കൂടിയാണ് കേട്ടോ. പിന്നെ എൻ്റെ നമ്പർ താഴെ ഉണ്ട്. ഇങ്ങനെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോയി നോക്കാം. ഇതാണ് വീട്. ഞാൻ വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബെല്ലടിച്ച് നമുക്ക് അകത്ത് കയറാം. ഓക്കെ, ആരാ വരാൻ നോക്കട്ടെ. ബെല്ലടിച്ച് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. നജാ ഫാത്തിമ അല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ. അതൊക്കെ ഉണ്ട്. ഒന്ന് എത്തി വന്നേ. അപ്പോൾ നമ്മൾ കുറച്ചായല്ലോ അല്ലേ കാണുന്ന ആഗ്രഹിക്കുന്നു. അപ്പോൾ എത്ര മാസം പഠിക്കണേ? 10th. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് വിശേഷങ്ങൾ, പിന്നെ ബർത്ത്ഡേ കുറച്ച് വിശേഷങ്ങൾ, ഫാമിലി വിശേഷങ്ങൾ, പിന്നെ നമുക്ക് കുറച്ച് പാട്ടും. ഓക്കെ അല്ലേ? എന്താ സന്തോഷമില്ലാത്ത? ഇതാണ് ഞാൻ പറഞ്ഞ കലാകാരി. പേര് നജാ ഫാത്തിമ അല്ലേ? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ ഇന്ന് ഇവളുടെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. നല്ല കോരിച്ചൊരിയുന്ന മഴത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റേതായ കുറവുകൾ എന്നൊരു വീഡിയോ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ മാക്സിമം ലൈക്ക് അടിച്ച് വീഡിയോ കാണാം. മാത്രമല്ല ഇവർക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് എല്ലാ വിശേഷങ്ങളും നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും പരിചയപ്പെടല്ലേ നജാ അല്ലേ? ആരെങ്കിലും പരിചയപ്പെടുത്തി? ഇത് എൻ്റെ ഉമ്മാണ്. ഉമ്മ MMH സ്കൂളിലെ ടീച്ചറാണ്. ഓക്കെ, ഒരു അധ്യാപികയുടെ മകളല്ലേ? ഓക്കെ, അടുത്ത ആളെ? ഇതൊക്കെ എൻ്റെ കസിൻസ് ആണ്. പിന്നെ ഏതായാലും കുറെ പേര് പരിചയപ്പെടാണ്ടല്ലേ? മൊത്തത്തിൽ പരിചയപ്പെടാണ്ട്. നമുക്ക് അവരോട് ചോദിക്കല്ലേ? അതെല്ലാം നല്ലത്. അപ്പൊ എന്തായാലും ഈ പാട്ടിന്റെ ഫീൽഡിലേക്ക് വരാണെങ്കിൽ എത്ര വർഷമായി? ഞാൻ ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 3ാം ക്ലാസ് മുതലാണ് പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര ഇപ്പൊ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടൊക്കെ? പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു ടീച്ചറായിട്ടും മോളെ പാട്ടെത്തിയാണ് താല്പര്യം? പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അപ്പൊ പിന്നെ മോളെ ടീച്ചർ പറഞ്ഞു 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മോളിങ്ങനെ 0 പീരീഡ് ഒക്കെ ഉണ്ടാവുമ്പോ ആരാ പാടുകയെന്ന് ചോദിക്കുമ്പോ ഞാൻ പാടുമെന്ന് പറഞ്ഞ് പാടിയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചുകൂടെ. അങ്ങനെ 3ാം ക്ലാസ് മുതൽ അവളെ ഞാൻ കർണാട്ടിക്കിന് ചേർത്ത്. പിന്നെ കോവിഡ് വന്നപ്പോൾ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇവിടെ പന്തിരങ്കാവ് ജീവൻസ് മ്യൂസിക് അക്കാഡമിയിലാണ് ഇപ്പം കർണാട്ടിക് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് അല്ലേ 15ാമത്തെ ബർത്ത്ഡേ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു ബർത്ത്ഡേ കൊടുക്കല്ലേ എല്ലാവർക്കും? റെഡി അല്ലേ? റെഡി? 1 2 3 ഓക്കെ, അപ്പോൾ 15ാമത്തെ ബർത്ത്ഡേന്റെ മുമ്പേ കേക്ക് കട്ട് ചെയ്യുന്ന മുമ്പേ നമ്മളെ പ്രേക്ഷകർക്ക് അല്ലേ ഏകദേശം 5 ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടാണ് നെജിയുടെ പാട്ടിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ പാട്ട് പാടിയിട്ട് നമുക്ക് വീഡിയോ ഈ ഒരു കേക്ക് കട്ട് ചെയ്യാം അല്ല ഉമ്മ? അതല്ലേ ശരി അതെ. അല്ലേ? എല്ലാരും അങ്ങനല്ലേ? ഓക്കെ ഓക്കെ. ഈമാനിൻ തണലിൽ നീ നയിക്കെന്നെ റഹ്മാനേ, കാരുണ്യവാരിധേ സുബ്ഹാനേ, രാജാധിരാജനെ പെരിയോനേ, രാജാധിരാജനെ പെരിയോനേ, നിത്യവും 5 നേരം വണങ്ങുന്നു ഞാനല്ലാ, നേരിന്റെ പാത തന്നിൽ നയിക്കണയല്ലാ, നന്മകൾ ചൊരിയണേ മന്നാനേ, രാഹത്ത് കനിയേണേ ഹന്നാനേ, ഈമാനിൻ തണലിൽ നീ നയിക്കെന്നെ റഹ്മാനേ, കാരുണ്യവാരിധേ സുബ്ഹാനേ, രാജാധിരാജനെ പെരിയോനേ, രാജാധിരാജനെ പെരിയോനേ. മാഷാ അല്ലാഹ്, ഒരു കയ്യടിക്കെന്താ? പിന്നെ ഇവള് വന്ന സമയത്ത് കണ്ട സമയത്ത് എന്നോട് കാര്യം പറഞ്ഞിരുന്നു അല്ലേ? ഇവൾക്ക് ഈ എന്താ ആരോ ഒരാളെ കാണണമെന്നോ അല്ലെ കൂടെ പാടണമെന്നോ എന്നോട് പറഞ്ഞിരുന്നു. ആളാരാണ്? ഹനാൻഷ. ഓക്കെ, എന്തായാലും ഈ വീഡിയോ അവൻ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കലാകാരിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ആളോട്? നേരിട്ട് കണ്ട എന്തെങ്കിലും പറയാനുണ്ടോ? ഹനാൻഷാന്റെ കൂടെ ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കോംബോ ആയിട്ട് പാട്ട് പാടാൻ താല്പര്യമുണ്ട്. നടക്കും ഇൻഷാ അല്ലാഹ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ആ സന്തോഷം പങ്കുവെച്ചാലോ? ആ കേക്കാണ് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല മധുരമുള്ള പാട്ട് പാടി അതോടൊപ്പം നല്ല മധുരമുള്ള കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു നേജ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ അൽഹംദുലില്ലാഹ് 15 വയസ്സില്ലേ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കേക്ക് കട്ടിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഫാമിലി എല്ലാവർക്കും കേക്ക് ഉണ്ട് കേട്ടോ. അതാ മക്കൾ കുറേ ഉണ്ട്. നമ്മളെ വീഡിയോയിൽ ഏകദേശം ഇത്രയും ആൾക്കാർ ആദ്യമായിട്ടേക്കാരും ഒരു വീഡിയോയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഏകദേശം 10ഓളം ആൾക്കാർ വീഡിയോയിലുണ്ട്. അപ്പം നമ്മുടെ സെലിബ്രേഷൻ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ഷോർട്ട് ബ്രേക്ക്. എനിക്ക് പൊതുവെ നല്ല ടെൻഷനാണ് സ്റ്റേജ് മേൽ കയറുന്ന വരെ. കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പാടും, പക്ഷെ പാടി കഴിഞ്ഞാലും തെറ്റിയോ ഇനിയിപ്പോ എനിക്ക് കിട്ടുമോ എന്നുള്ള ടെൻഷന് നല്ലോണം ഉണ്ട്. പിന്നെ ആണെങ്കിൽ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ പാട്ടും പഠിച്ച് ഓരോ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താൻ മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോട്, അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താൻ മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോട്, അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകായി മേവുന്ന മതിമുഖിയാട്, അവളുടെ മധുരിതമാം പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താൻ മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോട്, അവളുടെ മധുപൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഉമ്മാന്റെ പേരക്കുട്ടിയില്ലേ? സൂപ്പറായിട്ട് പാടുന്നില്ലേ? ഓ പാടും. ഞങ്ങളെന്താ പറയുക, ഞങ്ങൾ
നന്നായി പാടുന്ന ആൾക്കാരെ എവിടെ കണ്ടാലും ഞങ്ങൾ കൊണ്ട് ആൾക്കാർ മുമ്പ് എത്തിക്കും. അങ്ങനെ സ്വന്തം മോളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ തന്നെ വാട്സപ്പിൽ വീഡിയോ ഒക്കെ അയച്ചു തന്നു. ഞാൻ കണ്ടു. എന്തായാലും എൻ്റെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. മാത്രമല്ല ഇന്ന് ബർത്ത്ഡേ ആണ്, ഇരട്ടി മധുരമാണെന്നല്ലേ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഉമ്മക്ക് എന്താ പറയാല്ലേ മോടെ പാട്ടും അതുപോലെ തന്നെ മോടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്താ പറയാല്ലേ? മോള് പാടും, അങ്ങനെ പാടി ഇതാവണം എന്നാണ് എൻ്റെ ഇത്. ഞാൻ അവളോട് എപ്പോഴും പറയും ഈ പാടി നല്ലൊരു ഇതിലെത്തിയിട്ട് വേണം എനിക്ക് എൻ്റെ കൂടെ ഒന്ന് ഗൾഫിലേക്കൊക്കെ വരാൻ. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പുറത്തൊന്നും പോവില്ല, അങ്ങനത്തെ ഒരാളാണ്. വീട്ടില് ഇപ്പ മരിച്ചതിന് ശേഷം വല്യപ്പ മരിച്ചതിന് ശേഷം ഞാനിങ്ങനെ വീട്ടില് ഒരു ടൈലറിംഗ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ വെറുതെ ഇരിക്കുന്നില്ല. പിന്നെ അപ്പൊ ഓളിങ്ങനെ പാടി പുറത്തൊക്കെ പോയി പാടുമ്പോ എനിക്ക് നല്ല സന്തോഷമാണ് കാണാനും അറിയാനൊക്കെ അല്ലേ. അപ്പൊ ഒരു മോളെ കൂടെ ഗൾഫിലേക്കൊക്കെ ഒന്ന് പാട്ട് കാണാൻ പോകണം, പ്രോഗ്രാമിന് പോകണമെന്ന താല്പര്യം അല്ലേ? അല്ല വെറുതെ ഗൾഫ് പോകാനല്ല, അത് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യമാണ്. നടക്കട്ടെ. അതല്ലാതെ ഇതിന്റെ മേലെ നമുക്ക് ഇവിടെ വിടാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. ഏത് ഫീൽഡിലേക്ക് വന്നാലും ആൽബം, സിനിമ പാട്ടുകളിലേക്കൊക്കെ കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. ഉണ്ട്. എന്നെ താല്പര്യം ഞാൻ ചോദിക്കുന്നവരാവും. നമ്മളിപ്പോൾ എങ്ങനെയായാലും നമ്മളൊരു എന്താ പറയാ, എങ്ങനെയായാലും പെൺകുട്ടികൾ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കുറച്ചൊക്കെ വിലക്കുകൾക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ചങ്ങലിട്ട് പൂട്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഞാൻ അങ്ങനെ പൂട്ടിയിട്ടിട്ടില്ല. എല്ലാവരും സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് കഴിവുണ്ടെങ്കിൽ അവര് വളരട്ടെ തന്നെയാണ് ആഗ്രഹം. ആണല്ലേ? അപ്പൊ നമ്മളെ പെൺകുട്ടികളെന്ന് പറഞ്ഞ് തളച്ചിടണമെന്നില്ല, എനിക്ക് താല്പര്യമില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിൽ അവര് അച്ചടക്കത്തോടെ മുന്നോട്ട് പോട്ടെ. അടിച്ച് നല്ലൊരു ഉമ്മാനെ കിട്ടിയത് എങ്ങനെയൊക്കെ സപ്പോർട്ടിന് ഉമ്മമാരെ കിട്ടാനും കുറച്ച് പാടാല്ലേ. അനി എന്താ പറയാ, രണ്ട് ഉമ്മമാരെ കുറിച്ച് എന്താ എനിക്ക് പറയാല്ലേ? രണ്ടാളും നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇതിലാരാ, അത് പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാല് കൊണ്ടുപോവാനും എല്ലാ പരിപാടിക്കും എവിടെ ഉണ്ടെങ്കിലും എത്തിക്കാനും ഉമ്മച്ചി ഉണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യത്തിനും ഉമ്മ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉമ്മ നോക്കൂലേ. ഇവിടെ ഉപ്പാനെ സപ്പോർട്ട് പറഞ്ഞപ്പോ ഒന്ന് അടിപൊളിയായി പറഞ്ഞു കണ്ടു. അപ്പൊ എന്താ പറയാ ഉപ്പാനെ കുറിച്ചിട്ട്? ഇപ്പൊ ഈ ഒരു കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും ഉപ്പ ഭയങ്കര സപ്പോർട്ടാണ്. ഇനി അതിന് വേണ്ടി ഇനി ഉപ്പാക്കൊരു വേണ്ടി ഒരു പാട്ട് പാടാം. ഉപ്പാക്ക് വേണ്ടി പാട്ട് പാടാം അല്ലേ? ഉപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രം. ഓക്കെ. എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്, നേരും നേരിലോതി തന്നൊരു ഇരാണ് എൻ്റെ ഉപ്പ, നീർവഴിക്ക് കൈപിടിച്ച് വഴി കാട്ടി ഉപ്പ, നേരും നേരിലോതി തന്നൊരു ഇരാണ് എൻ്റെ ഉപ്പ, നേർവഴിക്ക് കൈപിടിച്ച് വഴി കാട്ടി ഉപ്പ, എൻ്റെ ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളും തണല്, എൻ്റെ ഉപ്പ കൊണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര്. ഒന്നും പറയില്ല, അടിപൊളി പാട്ടില്ലേ, ലയിച്ചു പോകും സംഗതിയിൽ. നജൻ്റെ ഓരോ പാട്ടുകളിലും നല്ല ഡെഡിക്കേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ, മധുരമുള്ള കുറച്ച് പാട്ടുകൾ, അതോടൊപ്പം തന്നെ കുറച്ച് വിശേഷങ്ങൾ, അതുപോലെ തന്നെ സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പങ്കിട്ടു. അപ്പോൾ എന്തായാലും പെരുമണ്ണയിൽ നിന്നുള്ള ഈ കലാകാരിയെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇവർക്കൊരു ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ടല്ലേ, പേരെന്തേനു? ഓക്കെ, ഏതായാലും ആ ഒരു ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, എല്ലാവരും കയറിയിട്ടൊന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ചാനൽ മൊത്തം സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഫാമിലിയോട് കൂടെ അവസാന പാട്ടോട് കൂടി നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പാട്ട് കേട്ട് നമുക്ക് വീഡിയോ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഏതാണീ ശൗക്കത്തി കമറിനൊളി രാജാത്തി, എങ്ങൊന്നു വന്നിങ്ങു നീ ബദറൊളിയേ ജന്നാത്തിൻ കതിരൊളിയേ, കരളായോനേ എൻ്റെ ശൗക്കേറും നാട്ടിലെ കഥകളോരായിരം പറയുവാനുണ്ടേ, കേൾക്കൂയാ മെഹബൂബേ. ഏതാണീ ശൗക്കത്തി കമറിനൊളി രാജാത്തി, എങ്ങൊന്നു വന്നിങ്ങു നീ ബദറൊളിയേ ജന്നാത്തിൻ കതിരൊളി.